കിടക്കാൻ നേരത്താണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ന്യൂസ് കണ്ടു. ഏതാ ന്യൂസ് എന്നറിയാമോ? 15 വയസ്സുകാരിനെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അയൽവാസിയായിട്ടുള്ള വേറൊരു 15കാരൻ തന്നെയായിരിക്കും പീഡിപ്പിച്ചു. അത് വീഡിയോ എടുത്തത് 11 വയസ്സുകാരനായിട്ടുള്ള, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ. സംഭവം നമ്മുടെ സ്വന്തം കോഴിക്കോട് ഫറൂഖിൽ. ഇത് എവിടെയാണ് നമുക്ക് ഈ തെറ്റ് പറ്റിയത്? ഇതെവിടെയാണ് നമുക്ക് തിരുത്താൻ പറ്റുന്നത്? നമ്മുടെ കേരളത്തിൽ ആഭ്യന്തരം എന്നൊരു സംഭവം വളരെ ദയനീയമായ പരാജയത്തിൻ്റെ പടുക്കുഴിയിലാണ് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. എപ്പോഴാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? കാരണം ഒരു സംഭവം ഉണ്ടായതിന് ശേഷം അതിൻ്റെ അടുത്ത സംഭവം അതിനേക്കാളും ചെറുതല്ല, അതിനേക്കാളും വലുതായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് സർക്കാർ ഉത്തരവാദിയല്ലേ? നമ്മുടെ നിയമവ്യവസ്ഥേൻ്റെ അതീവ ശോഷിച്ച നിലയിലൊരവസ്ഥയല്ലേ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇതിന് എന്താണ് നമ്മുടെ ഈ നാടിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്ന കാര്യത്തിൽ ഇവിടുത്തെ നിയമവാഴ്ചയും പോലീസും ജുഡീഷ്യറിയും മന്ത്രിസഭയും ഭരണത്തിലിരിക്കുന്നവരും ഇരിക്കാത്തവരും എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളല്ലേ? നിങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ജനങ്ങളെ കാര്യം നോക്കി നടന്നാൽ മതിയോ വോട്ടിന് വേണ്ടിയിട്ട്? ഇതെന്തൊരു കഷ്ടമാണിത്. 15 വയസ്സുകാരിനെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുകാരനെ പീഡിപ്പിക്കുന്നു. അത് വീഡിയോ എടുക്കുന്നവൻ 11 വയസ്സുകാരനാണ്. അപ്പം ഞാൻ അവരെ വീട്ടിലെ അവസ്ഥയും കൂടെ ആലോചിച്ച് നോക്കുകയാണ്. ഇതിനൊക്കെ പച്ചക്ക് ഇവിടെ ഒന്നല്ല, മറ്റേ ദുർഗുണ പാഠശാലയിലൊന്നുമല്ല അയക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. ഇപ്പോഴത്തെ വയസ്സ് കൊണ്ടുള്ള മൈനോറിറ്റി എന്നുള്ള ഒരു മാനദണ്ഡമൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു.